ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും വ്യാപിച്ച് കിടക്കുന്നതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളില്ലാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. ആരാധനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇടപെടുന്ന ഏത് മേഖലയുണ്ടോ, അത് ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അവിടെയെല്ലാം ഇസ്ലാമിൻ്റെതായ ഒരു നിയമങ്ങളുണ്ടായിരിക്കും. ഒന്നുകിൽ ആ കാര്യം നിർബന്ധമാകും, അല്ലെങ്കിൽ സുന്നത്താകും, അല്ലെങ്കിൽ ഹറാമാകും, കറാഹത്താകും, അല്ലെങ്കിൽ മുബാഹെങ്കിലുമാകും. ഈ പഞ്ചവിധികളെ കൂട്ടത്തിൽ പെട്ടതല്ലാത്ത ഒരു പ്രവർത്തനവും ഒരു ചലനങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ തിരഞ്ഞാൽ കാണുകയില്ല. ഇത്ര വിശാലമായ അർത്ഥത്തിലുള്ള നിയമസംഹിതകളുള്ള മറ്റൊരു വ്യവസ്ഥയും മറ്റൊരു മതവും ഉള്ളതായിട്ട് അറിവിലില്ല. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വാള്യങ്ങളോളം ദൈർഘ്യമുള്ളതിൽ ഇസ്ലാമിൻ്റെ ഇത്തരം വിശാലമായ നിയമങ്ങളാണ് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല നമ്മോട് പറയുന്നത് ഇസ്ലാമിൻ്റെ ഈ നിർദ്ദേശങ്ങളും ഇസ്ലാമിൻ്റെ വിലക്കുകളും അതിൻ്റെ എല്ലാ നിയമങ്ങളും പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. സാധിക്കുന്ന വിധം പൂർണ്ണമായിട്ടും ഇസ്ലാമിനെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അവിടെയാണ് ഒരു വിശ്വാസി പൂർണ്ണനായിട്ട് മാറുന്നത്. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ഇക്കാര്യം ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും കടക്കണം. കേവലം ഒരു മുസ്ലിമായാൽ മാത്രം പോരാ. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങളും വിലക്കുകളുമെല്ലാം പരമാവധി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണരായ മുസ്ലിമീങ്ങളായി നിങ്ങൾ മാറണം. എന്നാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നടപ്പാക്കുന്നിടത്ത് നമുക്ക് തടസ്സമായി പലപ്പോഴും വരാറുള്ളത് പൈശാചികമായ ദുർബോധനങ്ങളാണ്. മനുഷ്യരെ പഴപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്ലീസ് അവൻ്റെ ജോലി നിർവഹിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. മനുഷ്യരെ സത്യപാന്താവിൽ നിന്ന് അകറ്റി വഴികേടിലേക്ക് കൊണ്ടുപോകാൻ പൈശാചികമായ ദുർബോധനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾ പിമ്പറ്റി കൊടുക്കരുത്. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, ശൈത്താൻ്റെ കാൽപാദങ്ങൾക്ക്, അവൻ്റെ നിർദ്ദേശങ്ങൾക്ക്, അവൻ്റെ ദുർബോധനങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെട്ട് കൊടുക്കരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു തആല നിയമങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെക്കുറിച്ച് ഒരു ഭീഷണി സ്വരത്തിൽ അല്ലാഹു തആല പറയുകയാണ്. ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാതു ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം. നിങ്ങൾ ഇസ്ലാമിൻ്റെ നിയമത്തിൽ നിന്ന് നിങ്ങൾ വഴുതി പോവുകയാണെങ്കിൽ, മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാതു, തെളിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ശേഷം, ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് ശരിയായ നിയമങ്ങളെന്നും സത്യപ്രസ്ഥാനമാണെന്നുമെല്ലാം ബോധ്യമുണ്ടായ ശേഷം നിങ്ങൾ ഇസ്ലാമിൻ്റെ നിയമത്തിൽ നിന്ന് നിങ്ങൾ അകലുകയാണെങ്കിൽ, ഫഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു തആല നിങ്ങളെ പിടികൂടുവാനും നിങ്ങളെ ശിക്ഷിക്കുവാനും ശേഷിയുള്ളവനാണ്. അവൻ ഇസ്സത്തുള്ളവനാണ്. അവനെ ഒരാൾക്കും അശക്തനാക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അവൻ ഹക്കീമാണ്. ഇന്നഹു ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു തആല അസീസാണ്, ഇസ്സത്തുള്ളവനാണ്, അവൻ ഹിക്മത്തുള്ളവനുമാണ്. എന്ത് നിയമം അവൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നുവോ ആ നിയമങ്ങളെല്ലാം യുക്തിഭദ്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലാന്റെ നിയമങ്ങളെ മാറ്റിവെച്ച് പാശ്ചാത്യ സംസ്കാരങ്ങൾക്കൊപ്പമോ മറ്റ് മതങ്ങളെ അനുകരിച്ചുകൊണ്ട് അവരെ കൂടെയോ കൂടുന്നത് അല്ലാഹു തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട്
ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഇസ്ലാമികവൽക്കരിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കേണ്ടത്. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിത വിജയം നിലനിൽക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ മുസ്ലിമീങ്ങളായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.